Hello friends and welcome back to Poo's World. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് മിനി എഗ് ബുൾസായി അല്ലെങ്കിൽ മിനി സണ്ണി സൈഡ് അപ്പ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു എഗ്ഗ് എടുത്തിട്ട് ഫ്രീസ് ചെയ്യണം. സോ ഈ കാണുന്ന ക്രാക്ക് ഞാൻ ഫ്രീസ് ചെയ്തത് കൊണ്ടാണ്. സോ ഫ്രീസ് ചെയ്തപ്പം അത് ക്രാക്കായിട്ട് കുറച്ച് പുറത്ത് വന്നിട്ടും അതും ഫ്രീസ് ആയത് കാരണമാണ് നിങ്ങൾ കാണുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒരു ടാപ്പ് വാട്ടറിൽ റണ്ണിങ് വാട്ടറിൽ ഒന്ന് അത് ക്ലീൻ ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ഓപ്പണിങ് ഇട്ട് അപ്പ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വാം വെള്ളമായി പോയി അത് വാഷ് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ചത് മെൽട്ടായി തുടങ്ങിയെന്ന് വേണ്ടിക്ക് പറയാം. സോ ഇതാദ്യം നമുക്ക് ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യാം. ആൻഡ് യു ക്യാൻ സീ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ആ എഗ് യോക്കും വൈറ്റും ഫ്രീസ് ആയിട്ടുള്ളത് കാണാം. സോ യു മേ ഫീൽ ഇറ്റ്സ് ലൈക്ക് എ ബോയിൽഡ് എഗ്, പക്ഷേ അത് ബോയിൽഡ് എഗ് അല്ല, ഇത് റോ എഗ്ഗാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ എഗ്ഗ് സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിന്നായിട്ട് സ്ലൈസ് ചെയ്താൽ നിങ്ങൾക്കിതൊരു 6 to 7 പീസസ് വരും. എൻ്റെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനത് സ്ലൈസ് ചെയ്തിട്ട് അത് ഒന്നും കൂടി സ്റ്റിക്കായിപ്പോയി. അതുകൊണ്ടാണ് എനിക്കൊരു 3-4 പീസസേ വന്നിട്ടുള്ളൂ. ഈ ഒരു മിനി ബുൾസൈ ഈസ് ആക്ച്വലി പെർഫെക്റ്റ് ഫോർ കിഡ്സ്. ഇനി ഒരു ഹോട്ട് പാനിൽ നോർമൽ ബുൾസായി ഉണ്ടാക്കുന്ന മാതിരി ഇതർ എണ്ണയോ എന്തെങ്കിലും ഇടാം. ഇല്ലെങ്കിൽ അതിടാതെ ഈ സ്ലൈസ് ചെയ്തിരിക്കുന്ന എഗ്ഗ് നമുക്ക് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. അതായത് ഫ്രോസൺ ആയിട്ടുള്ള എഗ്ഗ് തന്നെയാണ്, സ്ലൈസ് ചെയ്തിരിക്കുന്നതാണ് ഇതിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. സീസണിങ്ങിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഉപ്പും പെപ്പറും സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തു. നൗ യു ക്യാൻ സീ ആക്ച്വലി ഇതൊരു നമ്മുടെ നോർമൽ ബുൾസൈ തന്നെയാണ്, ബട്ട് ഇത് മിനി വേർഷനായിട്ടാണ്. ഒരു എഗ്ഗ് വെച്ചിട്ട് നമുക്കൊരു 6 to 7 മിനി ബുൾസായി ഓർ സണ്ണി സൈഡ് അപ്പ് ഉണ്ടാക്കാൻ പറ്റും. സോ എനിക്ക് ഈ റണ്ണി യോക്ക് അധികം ഇഷ്ടമല്ലാത്തത് കാരണമാണ് ഞാൻ ഈ ഫ്ലിപ്പ് ചെയ്തിട്ട് ആ മറ്റേ സൈഡും ഞാൻ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുന്നത്. അതൊരു നോട്ട് ഈവൻ 10 seconds ഒന്ന് ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാണ്. ദാറ്റ്സ് നോട്ട് നെസസറി. സോ ഇനി ഞാനിത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് വൺസ് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ജസ്റ്റ് ആസ് ബുൾസൈ കഴിക്കുന്ന പോലെ കഴിക്കാം, അല്ല സാൻഡ്വിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ താല്പര്യം പോലെ കുട്ടികൾക്കോ നിങ്ങൾക്കോ കഴിക്കാവുന്നതാണ്. സോ ഇറ്റ് ടേസ്റ്റ് ലൈക്ക് നമ്മുടെ നോർമൽ വലിയ ഒരു ബുൾസൈക്ക് പകരം ഇങ്ങനെ മിനി ബുൾസൈ ആയിട്ട് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. Hope you all enjoy this quick and short video on mini bullseye. So until next time guys, bye bye.